അതൊന്ന് എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സോറി ഇവന്മാരല്ല, ഇവനാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നത്തെ, അല്ലേ? ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ് പറയൂ, സേ ഹായ്. അച്ഛനല്ല, അച്ഛനല്ല, കരയരുത്, ചിരിക്കണ വീഡിയോയില് ചിരിച്ച് ചിരിച്ച്. ഇവനാണ് അവന്റെ അച്ഛൻ, അച്ഛനാണ് അച്ഛൻ. പിന്നെ നമ്മുടെ ജോബ്ജസ് ഉണ്ട്, വിശാഖവും നമ്പൂതിരി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആദ്യമായിട്ട് 2025 തുടങ്ങിയിട്ട് എൽസമേരി വെൽക്കം ചെയ്തില്ല. വെൽക്കം എൽസമേരി. നമ്മുടെ ഹർഷൂട്ടനുണ്ട്, എൽസമേരി ഉണ്ട്, ഹർഷൂട്ടന്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പൊ ഇവര് ഹർഷൂട്ടൻ വീട് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ വീട് ഷിഫ്റ്റ് ചെയ്ത് അവർ എഡിംബ്രയിലേക്ക് പോവാണ്. അപ്പം ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റേക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നതാണ്. ഇന്നലെ രാത്രി വന്നു. അപ്പൊ ഇന്നലെ രാത്രിയിൽ കുറച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മുടെ എൽസമേരി എനിക്ക് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സർപ്രൈസ് കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. 1000ന്റെ ക്യാൻഡിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അത്. എന്നിട്ട് നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു, അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയിലാണ് നമ്മുടെ ഹർഷൂട്ടനും ഒക്കെ കൂടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നവർ പോകും, ഇന്നിപ്പോൾ അവർ പോകാനായി. അപ്പം നമുക്ക് എന്തായാലും ഇന്നലത്തെ രാത്രിയിലത്തെ ആ കുറച്ച് വിഷ്വൽസും ഇന്ന് രാവിലെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് വരാം. ആരടാ ഇറങ്ങിപ്പോടാ, കോമ്പൗണ്ടിൽ നിന്ന് പോടാ. ഒരു 1000 സബ്സ്ക്രൈബർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു കാര്യമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഇത്രയും സബ്സ്ക്രൈബർ ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതെനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നപ്പോഴത്തേക്കും അതെൻ്റെ ലൈഫിലെ തന്നെ ഭയങ്കര വലിയൊരു ബിഗ് മൊമെൻ്റ്, അല്ലെങ്കിൽ ഒരു നല്ല സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേ താങ്ക്സ് ടു എൽസമേരി ആൻഡ് ജോബ്ജസ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കി വീഡിയോസ്, നമ്മുടെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെർബിയൻ എടുത്ത പോലത്തെ ആരിച്ചോട് പറയൂ, യമ്മി ദോശയാണെന്ന് പറയൂ, യമ്മിയാണെന്ന് പറയൂ. യമ്മിയാണോ യമ്മാണോ? ആരിച്ചിട്ടേന്ന് വിളിക്കൂ. ഹർഷന് ആനദോശയുണ്ട്, പൂച്ചദോശ. ദേ അമ്മ മുറിച്ചു പൂച്ചയുടെ തല മുറിച്ചു അമ്മ. അയ്യോ, അതാ ഹർഷ പൂച്ചയാ തിന്നുന്ന. ഇപ്പൊ പൂച്ച തിന്നോ? മമ്മിയുടെ തോട്ടത്തിലെ, നമ്മുടെ എൽസാമേരിയുടെ മമ്മിയുടെ തോട്ടത്തിലെ കുമ്പളങ്ങയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടു കറക്റ്റ് സമയത്ത് വന്നല്ലോ. വീട്ടിലുണ്ട്. ഇത് ഞാൻ വേഗം ഇടും. ഞാനത് എന്തുകൊണ്ടാന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ 2 ഫോണായത്. അതൊന്ന് എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം ഉണ്ട്. അതെ, ഹർഷുവിന് മാമ എടുക്കുകയാണല്ലോ.
മാമ വേണ്ടേ? മറ്റേ പാട്ട് ബനാനെ ഒരു കായ് തരാമോ, ബനാനെ ഒരു പൂ തരാമോ. അതിഷ്ടപ്പെട്ടല്ലോ. നല്ലതായിരിക്കും, നല്ലൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടുമോ? അമ്മ കളിക്കാറൊന്നുമില്ലല്ലോ ഇങ്ങനെ. ആൽസാൻഡി കളിപ്പിക്കും വർഷൂനെ. ഹായ്, ആരിച്ചിട്ടും വരും. നല്ല സൂപ്പർ ആയിരിക്കും നിന്റെ ലൈഫ്. പിന്നെ അപ്പം നമ്മുടെ ഹർഷൂട്ടനും അമ്മുവും കിരണും ഒക്കെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അവർ ഇന്നലെ രാത്രിയിൽ വന്നു, ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അവരിനി എഡിൻബ്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇനിയൊരു 5 hours ജേർണി ഉണ്ട് അവർക്ക്. അന്നേരം ഹർഷുവിന് വേണ്ടിയിട്ടുള്ള മാമു ഒക്കെ പാക്ക് ചെയ്തിട്ട് അവർ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു ബെഡ്, എക്സ്ട്രാ ബെഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ബെഡൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അവരുടെ ആ ബെഡ് നമ്മുടെ വീട്ടിലേക്ക് തൽക്കാലത്തേക്ക് വെക്കുകയാണ്. ബൈ ബൈ. ബൈ ബൈ ഹർഷു. ഓൾ ദി ബെസ്റ്റ് അമ്മു. നിനക്കൊന്നുമില്ല, നിനക്ക് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ പറയൂ ഹർഷു. ഞാൻ രക്ഷപ്പെടാൻ പോവാന്ന്. അതെ, നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. അയ്യോ പോവാൻ. നീ വീഡിയോ എടുത്ത് അയച്ചാ മതി. ജോബങ്കിൾ എവിടെ? ജോബങ്കിൾ. ആ, വിശാഖങ്കിൾ എവിടെ? വിശാഖപ്പൻ എവിടെ? വിശാഖപ്പൻ. ആ, എല്ലാരും നോക്കുന്നുണ്ട്. ആ, അപ്പൊ അല്ല അപ്പൻ. ചിരിയൊക്കെ വന്നല്ലോ നിന്റെ മുഖത്ത്. മനസ്സിലായി. അമ്മനെ വിളിച്ചേ, വേഗം വരാൻ പറ. ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഇവിടെ 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 അമ്മു. ഇവിടെ ഇപ്പം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 12:30, 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു നമുക്ക് എവിടെയെങ്കിലും ചുമ്മാ നടക്കാനൊക്കെ പോകാം എന്നൊക്കെ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു. അപ്പോൾ കുറേ നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു എന്തുവായിരുന്നടേ, മിൽസ് ഡൗഡെയിലല്ലോ, മിൽസ് ഡെയിൽ, മിൽസ് ഡെയിലോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വില്ലേജ് കം ടൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോകാനായിട്ട് ഇതാ ജസ്റ്റ് റെഡിയായി, കുക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. അൽസമേരി അവിടെ ഇരുന്ന് കാര്യമായിട്ട് റെഡി ആവുന്നുണ്ട്. മുകളിൽ വിശാഖും ജോബും റെഡി ആവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേഗം പോകും അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഒരു കോഫിയൊക്കെ കുടിക്കുക, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുക. എന്നിട്ട് നമ്മൾ രാത്രി വന്നിട്ട് ഞാൻ വെച്ച ചോറ് കഴിക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ പോവാണ്. അൽസമേരി റെഡി ആയിക്കഴിഞ്ഞോ? കാരണം ലൈറ്റ് ഇല്ലാത്ത പോലെ അല്ലേ? ലൈറ്റ് ഇട്ടിട്ടില്ല. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നെൽസമരിയാണ് നമ്മുടെ ഡ്രൈവർ. പൊളിക്കണം കേട്ടോ. ഇന്ന് ഇവന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവന്മാർക്കെ അറിയത്തുള്ളൂ വണ്ടി ഓടിക്കാൻ. അത് ഇന്ന് പൊളിച്ചെടുക്കണം കേട്ടോ. പിന്നെ ജോബ്ജോസ് ഒരു ഹെൽപ്പിന് ഫ്രണ്ടിൽ ചെറിയൊരു ഹെൽപ്പിന് വേണ്ടി ജോബ്ജോസ് അല്ല ജോബ്ജോസ്, ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. നിന്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല എൽസമരിക്ക്. അറിയാലോ. ആ, എന്താ പറയാനുള്ളത് എൽസമരി വണ്ടി ഓടിക്കുന്നത്? ആ, എൽസമരി ആരാ? നമ്മുടെ മിൽഡെയിൽ കാർ പാർക്കിലാണ്
എന്നിട്ട് നമുക്ക് എന്താണ് നിനക്കൊരു കിളി? എന്നിട്ട് നമ്മളിനി അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് തണുപ്പത്ത് നമ്മൾ ബിഗ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആദ്യത്തെ 4 മനുഷ്യന്മാരായിരിക്കും. ഇതാ കണ്ടില്ലേ, ഫുൾ ജാക്കറ്റിലൊക്കെ കുളിച്ച്. വേറെ വഴിയില്ല. അപ്പം നമ്മൾ നോക്കാം. അങ്ങോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നല്ല വ്യൂ ആയിരിക്കും. നമ്മുടെ നല്ലൊരു വില്ലേജ് ആയിരിക്കും. ആ മരം കാണാൻ സൂപ്പറായിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം. പാറ്റപ്പോ അങ്ങനെ നമ്മളെന്തായാലും പോവുകയാണ്. വയേറ്റസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്തോ, അതാണ് വയേറ്റസ് ബ്രിഡ്ജ് കേട്ടോ. ഇതാണ് വയേറ്റസ് ബ്രിഡ്ജ്. അത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു സീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് ഒക്കെ ഉണ്ട്. അല്ലേ വരി നല്ല സീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. ചെറിയൊരു കാട്ടരുവിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ട്രക്കിംഗ് ചെയ്തിട്ട് അവിടോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാന്ന് തോന്നുന്നു നമ്മുടെ ഡൗഡെയിൽ റിവർ അല്ലേ? വെറുതെ ഇങ്ങനെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പം വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് ഞങ്ങൾ. നിയർ ബൈ പ്ലേസ് നോക്കിയപ്പം ഈ ഒരു ഡൗഡെയിൽ ആൻഡ് മിൽസ്ഡെയിലായിരുന്നു ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വണ്ടി എടുത്ത് വന്നതായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രാവൽ വ്ലോഗായിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യില്ല കേട്ടോ. പക്ഷേ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. നല്ലോണം ഇപ്പം വിശക്കുന്നുണ്ട് അല്ലേ എൽസമരി? അപ്പം എന്നിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതായത് കൊണ്ടിട്ട് നമ്മൾ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഇന്നലെ എൻ്റെ 1K സെലിബ്രേഷൻ്റെ കേക്കിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ആ കഴിച്ച കേക്ക് ഞങ്ങൾക്കൊന്നും ആയില്ല കേട്ടോ. എനിക്കും ജോബിനും വിശാഖിനും നല്ല വിശപ്പുണ്ടായിരുന്നു. എൽസമരിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ച് കയറിയപ്പം അവിടെ സീറ്റ് അവൈലബിലിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങായിരുന്നു. അല്ലെങ്കിലും വിശന്നിരിക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ ടേബിളൊന്നും കിട്ടിയിട്ടില്ല. വേണ്ട വേണ്ട, എൽസമേരി നോ പറഞ്ഞാൽ പിന്നെ ഇല്ല. നമ്മളപ്പോൾ ഇതാ ഇവിടുന്ന് തിരിച്ചിങ്ങി ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ടേബിൾ കിട്ടിയില്ല. അതല്ലേ നല്ല കടയായിരുന്നു. അതാ ഞാൻ അത് കണ്ടോണ്ട് ഇങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഈ ഒരു ടൗൺ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തൊക്കെ മെനുവും എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് ആദ്യം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫലാഫൽ പ്ലേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശാഖും എന്തോ ഒരു ഫ്ലാറ്റ് ബ്രെഡും അങ്ങനത്തെ സംഭവമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് ഇനി നേരെ നമുക്കിനി വീട്ടിലേക്ക് പോകണം. അപ്പം നമുക്കിനി ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ എൽസമരി? നമുക്കിവിടെ ഒരു ഡൗഡെയിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഇപ്പോൾ കണ്ടില്ലേ ഇരുട്ടായി. ഇവിടെ ഒരു 4-5 മണിയായി.
4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇത്ര ഒരു കൈൻഡ് ഓഫ് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഇരുട്ടായി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. നമുക്ക് ചോറ് കഴിക്കണ്ടേ? എൽസമേരിക്കാണെങ്കിൽ ചോറും പിന്നെ കോവയ്ക്ക മെഴുക്കുരുട്ടിയും മോര് കറിയും ഒക്കെ കഴിക്കാൻ കൊതിയാവുന്നു പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് ചിക്കൻ അടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. എത്തി. ശരി, അത് കൊള്ളാം. അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ചോറ് കഴിക്കും. ചോറ് കഴിക്കുന്ന വീഡിയോയും കൂടെ കാണിച്ചിട്ട് ഞാൻ വ്ലോഗ് എൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ലൈറ്റ് എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കയറി ഗൈസ്. നമ്മളിതാ വീട്ടിലെത്തി. ജസ്റ്റ് ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടിതാ ഇവിടെ ജോബ് ജ്യൂസ് കിടക്കുന്നുണ്ട്. ഇവിടെ വിശാഖ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ എൽസമേരി ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു പടം TV-യിലിട്ട് കാണാനായിട്ട് പോവാണ്. എൽസമേരി ഇല്ലാത്തത് കൊണ്ടിട്ട് എന്താ ഗെസ് ദ മൂവി. ഓക്കെ, അപ്പം നമ്മൾ മൂവി കാണാൻ പോവാണ്. അത് കഴിഞ്ഞ് എൽസമേരി വന്നിട്ട് ഫുഡ് കഴിക്കണം, വേറൊരു മൂവി കാണണം, ഉറങ്ങണം. അതാണ് എന്താ നമ്മുടെ പ്ലാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മൂവിയൊക്കെ കണ്ടു തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൽസയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാവരുടെ ചോറ് കഴിക്കുമായിരുന്നു. ചോറിന് നമുക്ക് മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം മൂവിയൊക്കെ വീണ്ടും ഒരു മൂവിയും കൂടെ കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം നെക്സ്റ്റ് ഡേ ഈവനിങ്ങിൽ രാത്രിയിലെടുത്ത ഒരു വീഡിയോയുടെ ക്ലിപ്പും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് ഞങ്ങളുടെ എൻ്റെയും വിശാഖിൻ്റെയും പണ്ടത്തെ കുറച്ച് ടിക്ടോക്ക് വീഡിയോസ് TV-യിൽ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഞാൻ